കൊടുക്കാൻ കഴിയുന്ന പഞ്ചായത്ത് ജനപക്ഷ വികസന മുന്നേറ്റത്തിന്റെ മത്സരങ്ങള് കേരളത്തിൽ സമ്മാനിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അനുബോധിക്കുക, അനുബോധനത്തിന്റെ ഭൂക്ഷത്തിൽ അർപ്പിക്കുക പ്രിയമുള്ളവരെ. വർത്തമാന കേരളം കാണുക വലിയ പ്രതിഷേധത്തിന്റെ ചരിത്രവാസിയായവരുടെ ഈ ത്രിതല പഞ്ചായത്ത് മുമ്പ് തന്നെ വോട്ട് ചെയ്യാത്തവർ ചുറ്റുവാങ്ങി നടത്തിയിട്ട് നന്ദിയില്ലാത്തവരാണെന്ന് ആളുകളുടെ കഴുത്തറുത്ത് മാത്രമുണ്ടായാൽ ഒരു പരട്ട സംഘടനയും ഔദാര്യമില്ലാതെ വീടിക്കുറ്റിയും പല്ലിയും പൈതാരയും വരെ നിറഞ്ഞ ശർക്കരയും കൊണ്ടുവന്ന് 80 ലക്ഷം കിറ്റുകളുടെ ആനുപാതികത്തിൽ മോശമെത്തി 80 ലക്ഷത്തിന്റെ ഗുണിതം കൂട്ടിയാൽ പ്രളയ തട്ടിപ്പ് പോലെ പല സഖാക്കന്മാരും മിനി യൂസുഫ് അലിമാരായി മാറുമെന്ന സത്യം മലയാളികൾ തിരിച്ചറിയുമ്പോൾ കൊറോണ കാലത്ത് നമ്മുടെ നാടിന്റെ മഹാമാരിയുടെ പേടിയിൽ ഉറച്ചു നിന്ന കാലത്ത് കൊതിച്ചു നിന്നിട്ടും അവരെ ടെസ്റ്റിന്റെയും മറ്റും പേര് പറഞ്ഞ് മാസങ്ങളോളം തടഞ്ഞു നിർത്തി 2 ലക്ഷം ക്വാറന്റൈൻ സംവിധാനങ്ങളുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമേ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി വളമംഗലത്ത് സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയാണ്. ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വളമംഗലത്തിന്റെ മണൽത്തരികളെ ചെമ്പട്ടണിയിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് ആശീർവാദത്തിന്റെയും അനുമോദനത്തിന്റെയും പൂച്ചെണ്ടുകൾ അർപ്പിക്കുക പ്രിയമുള്ളവരെ. നിഷേധത്തിന്റെ തമ്പുരാക്കന്മാർക്ക് മുന്നിൽ അവകാശത്തിന്റെ കൊടുങ്കാറ്റായി ആദിവീശി പഴകിപ്പൊളിച്ച രാഷ്ട്രീയ വികണ്ഠവാദങ്ങൾ കൊണ്ട് വികാസത്തിന്റെയും പുരോഗതിയുടെയും ഘടികാര സൂചിയെ പിറകോട്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ വേരോടപ്പിയെറിയാൻ നമ്മുടെ വിലയേറിയ വോട്ടുകൾ ഇടതു ഭൂരിപക്ഷത്തോടെ ചെയ്യിപ്പിച്ച് ഭരണകാര്യാലയത്തിലേക്ക് അയച്ച് നാടിന്റെ വികസനത്തിൽ പങ്കാളികളാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വടമംഗലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയാണ്. ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വടമംഗലത്തിന്റെ രാജവീതികൾ അക്ഷരാർത്ഥത്തിൽ പുളകമണിയിച്ചുകൊണ്ട് നാടുണർത്തി നഗരമുണർത്തി ജനമനക്ഷുകളെ തൊട്ടുണർത്തിക്കൊണ്ട് ഈ വടിധാരയെ പുളകച്ചാർത്തണിയിച്ച് കിടന്നു വരുന്നത് ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അനുബോധിക്കുക, അതിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക പ്രിയമുള്ളവരെ. ഈ വരുന്ന 14 നടക്കുന്ന ഐതിഹാസികമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് പുൽപ്പറ്റ ഗ്രാമ 5-ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന അഡ്വക്കേറ്റ് ബേഫത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ